ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ലാബ് 34 അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് നോക്കാം. അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു അപ്ലിക്കേഷൻ ഏതായിരുന്നു, ഏരിയ അണ്ടർ ദ കർവ്. അത് ആ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കൊരു ആപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന് കൊടുക്കേണ്ട കമാൻഡ് തന്നിട്ടുണ്ട്. അടുത്തത് നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ആ ഫംഗ്ഷൻ ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതേപോലെ നമുക്ക് ആ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് എഡിറ്റ് ചെയ്യുന്ന മെത്തേഡ് കൂടി ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ലാബാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് പ്ലോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഫംഗ്ഷന് കൊടുക്കേണ്ട കമാൻഡ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ റൂട്ട് എച്ച് സ്ക്വയർ പ്ലസ് 1 ആയിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് SQRT ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 1. SQRT ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 1 ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ പ്ലോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ഇൻ്റഗ്രൽ F(4), അതായത് A = ഇൻ്റഗ്രൽ F(4) ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് ഏരിയ അണ്ടർ ദ കർവ് വേർ ലോവർ ലിമിറ്റ് ഈസ് 2 ആൻഡ് അപ്പർ ലിമിറ്റ് ഈസ് 4. അപ്പോൾ നമുക്ക് ആ ഏരിയ ഇവിടെ വരും. അപ്പോൾ നമ്മുടെ ഏരിയ വന്നിട്ടുണ്ട് 6.34. അടുത്തതായിട്ട് നമുക്കൊരു ഇൻപുട്ട് ബോക്സ്, ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മുന്നേ കുറേ ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഇൻപുട്ട് ബോക്സ് സെലക്ട് ചെയ്യുക? നമുക്ക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്യാപ്ഷൻ ഫംഗ്ഷന് കൊടുക്കാം. ഏതാ ലിങ്ക് ചെയ്യേണ്ടത്? നമ്മുടെ ഫംഗ്ഷനാണ് ഇവിടെ ലിങ്ക് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാനുള്ള ഇൻപുട്ട് ബോക്സ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഈ ലിമിറ്റ് നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസാണ് പറയുന്നത്. ഏതാ? ഒന്നെങ്കിൽ നമുക്ക് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം. നമ്മുടെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഫംഗ്ഷനും അതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² = x - 1, x = 2, x = 6 ആൻഡ് above the x-axis. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് കാണണം. അതേപോലെ ലിമിറ്റും ചേഞ്ച് ചെയ്യാനുണ്ട്. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് y² = x - 1. അപ്പോൾ f(x) എന്ന് പറയുന്നത്, അതായത് y എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് SQRT ഓഫ് x - 1. നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് SQRT ഓഫ് x - 1 ചെയ്താൽ നമുക്ക് വേണ്ടുന്ന കർവ് അവിടെ പ്ലോട്ട് ചെയ്ത് വരും. നമ്മൾ കർവ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ലിമിറ്റ് മാറ്റണം. ലോവർ ലിമിറ്റ് 2, അപ്പർ ലിമിറ്റ് 6. അപ്പോൾ നമുക്ക് 2 to 6 ആക്കിയിട്ട് അതാ എബവ് എക്സ് ആക്സസ് ആണ് ഓൾറെഡി ഇതുള്ളത്. റൂട്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് എബവ് എക്സ് ആക്സസ് ആണ് ഉള്ളത്. അപ്പോൾ എന്താണ്, ഓൾറെഡി അതാണ്. അപ്പോൾ 2 to 6 മാറിയിട്ടുണ്ട് ഏരിയ. 6.79 ആണ് നമ്മുടെ റിക്വയർഡ് ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y = 2 sin 2x ബിറ്റ്വീൻ x = 2 ആൻഡ് x = 3. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഡയറക്റ്റ് f(x) = y എന്ന് പറയുന്നത് 2 sin 2x ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സൈനിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം പോസിറ്റീവ് ആക്സസിലും പോസിറ്റീവും നെഗറ്റീവ് വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് ക്യാൻസലായി പോകാനുള്ള ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ ഒരിക്കലും 0 വരില്ല അല്ലേ. ഏരിയ കാൺ ബി നെഗറ്റീവ് ഓൾസോ. അപ്പോൾ നമ്മുടെ അവിടെ ഫംഗ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മോഡുലസ് വാല്യൂ വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫംഗ്ഷൻ എന്താണ്, ABS ഓഫ് 2 sin 2x. ഓൾസോ നമ്മളോട് ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ 2 to 3 ആണെന്ന് കൂടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏരിയ സെലക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 sin 2x പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി പ്ലോട്ട് ചെയ്ത ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, F2 to 3 എന്ന് കൊടുക്കാം. അതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ. അതായത് 1.61 സ്ക്വയർ യൂണിറ്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y = x⁵5 ബിറ്റ്വീൻ x = -1 x = 3. അപ്പോൾ നമ്മളിവിടെ
പ്ലോട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം ഫംഗ്ഷൻ y ഈക്വൽ ടു f(x) ആണ്. അപ്പോൾ h⁵5 നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് വേണം, പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ മോഡുലസ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ABS(h⁵5) ആബ്സല്യൂട്ട് വാല്യൂ എടുക്കണം h⁵5ൻ്റെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്ത എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്ത ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അതിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട റിക്വയർഡ് ഏരിയ കിട്ടും. ഇവിടെ h⁵5 പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. മുന്നത്തെ തന്നെയാണ് നമ്മുടെ ലിമിറ്റ് വന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഇവിടെ -1 to 3. അപ്പോൾ നമ്മുടെ ഏരിയ വരുന്നത് 121.67 സ്ക്വയർ യൂണിറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ സർക്കിൾ x² + y² = 36. ഈ ഇക്വേഷൻ കണ്ടാൽ അറിയാം, ദിസ് ഈസ് ആൻ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ദ ഒറിജിൻ വിത്ത് റേഡിയസ് 6 അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ x² + y² = 36. അപ്പോൾ ഇവിടെ 36നെ നമുക്ക് 6² എന്നും കൂടി എഴുതാം അല്ലേ. അപ്പോൾ y² = 36 - x. അപ്പോൾ നമുക്ക് y ആണ് വേണ്ടത്, f(x) ആണ് വേണ്ടത്. അപ്പോൾ എന്ത് എഴുതാം, 36 - x². ഓക്കെ, ഇതാണ് നമ്മുടെ വൈൻ്റെ വാല്യൂ. ഇതാണ് നമ്മുടെ ഫങ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഓക്കെ, ഇത് പ്ലോട്ട് ചെയ്താൽ നമുക്കൊരു സെമി സർക്കിളായിരിക്കും കിട്ടുക, കാരണം പോസിറ്റീവ് റീജിയണേ വരും റൂട്ട് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം, നമുക്ക് വരുന്ന സർക്കിൾ എങ്ങനത്തെ സർക്കിളാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 36 - x² എന്ന് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് വരുന്നത് ഒരു സെമി സർക്കിൾ ഓഫ് റേഡിയസ് 6 അല്ലേ. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള റേഡിയസ് വേണം. ഓക്കെ, പക്ഷേ ഫോർ ടൈം ബീയിങ് നമുക്കിവിടെ ഇതിൻ്റെ ലിമിറ്റ് മാറ്റി കൊടുക്കാം. ഇവിടെ ലിമിറ്റ് എത്രയായിരിക്കും വേണ്ടത്, എക്സിൻ്റെ വാല്യൂ ഈസ് വേരിയിങ് ഫ്രം, നിങ്ങൾ നോക്കിയാൽ അറിയാം, എക്സ് ഈസ് വേരിയിങ് ഫ്രം -6 to 6. അപ്പോൾ എക്സ് എന്ത് കൊടുക്കണം, -6 to 6 ആണ് നമ്മുടെ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, ലിമിറ്റ് കൊടുത്തിട്ട് ഓക്കെ അടിക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഏരിയ മൊത്തം വന്നിട്ടുണ്ട്, ആ സെമി സർക്കിളിൻ്റെ ഏരിയ വന്നിട്ടുണ്ട് 56.55. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, സർക്കിൾ എന്ന് വെച്ചാൽ 2 സെമി സർക്കിൾ കൂടെ ഫോം ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് x² + y² = 36ൻ്റെ മൊത്തത്തിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ കിട്ടിയ സർക്കിളിൻ്റെ ഏരിയനെ 2 times കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 2 times 56.55. അപ്പം നമ്മുടെ ഏരിയ എന്ന് ഇവിടെ വരുന്ന വാല്യൂ, അപ്പോൾ നമ്മൾ 56.55നെ 2 times മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ 113.1 സ്ക്വയർ യൂണിറ്റ്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.